പാട്ടോട് മാർക്കോടും വരും ചെയ്യും രക്തം കൊണ്ട് ശക്തിമാന്മാരൻ പാട്ടോട് മാർക്കോടും വരും ചെയ്യും യേശുരാജനെതിരെ നീ കാണുമോ യേശുരാജനെതിരെ നീ കാണുമോ കാട്ടുഭാഗം സങ്കട നിറയ്ക്കുന്ന കാഴ്ചയിലൊരാനന്ദമല്ലോ കാട്ടുഭാഗം സങ്കട നിറയുന്ന കാഴ്ചയിലൊരാനന്ദമല്ലോ അടയാളങ്ങൾ കാണുന്നുണ്ടേ ഒരുങ്ങിക്കൊണ്ടോ വെളിപ്പെടുത്തേ അടയാളങ്ങൾ കാണുന്നേ ഒരുങ്ങിക്കൊണ്ടോ വെളിപ്പെടുത്തേ കാഹളനാദം കേൾക്കും മുമ്പേ കാഹളനാദം കേൾക്കും മുമ്പേ പാത്രങ്ങളിൽ നിറച്ചുകൾ മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക പാത്രങ്ങളിൽ അടയാളങ്ങൾ കാണുന്നേ ഒരുങ്ങിക്കൊണ്ടോ മാധ്യവാനും വെളിപ്പെടുത്തേ അടയാളങ്ങൾ കാണുന്നേ ഒരുങ്ങിക്കൊണ്ടോ യാത്രമധ്യേ ഉറങ്ങുന്ന സിയോൻ സംഘമേ യാത്രമധ്യേ ഉറങ്ങുന്ന സിയോൻ സംഘമേ യഹോവയ്ക്കായി കാത്തിരുന്നു ശക്തിയെ കൊടുക്കുക കാത്തിരിക്കുന്നവർക്കായി പ്രിയം വരുന്നേ യഹോവയ്ക്കായി കാത്തിരുന്നു ശക്തിയെ കൊടുക്കുക കാത്തിരിക്കുന്നവർക്കായി പ്രിയം വരുന്നേ രക്തമുണ്ടോ പാട്ടോട് മാർക്കോട് വരും ചെയ്യും രക്തമുണ്ടോ പാട്ടോട് മാർക്കോട് വരും ചെയ്യും യേശുരാജനെതിരെ നീ കാണുമോ യേശുരാജനെതിരെ നീ കാണുമോ കാട്ടുവാക്കം സംഘമെല്ലാം തീർന്നു ചലൻ നിറയുന്ന കാഴ്ചയിലൊരാനന്ദമല്ലോ കാട്ടുവാക്കം
ഗീതമേ ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ പ്രിയ യേശുവേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ നന്മകളോടെ പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ നന്മകളോടെ ഇന്നലെയുമെന്നും മാറായ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം ഇന്നലെയുമെന്നും മാറായ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എന്നിയ യേശുവേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ എന്നിയ യേശുവേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ താഴ്ത്തി എന്നെ നന്മത്തിൽ വെച്ചു ജീവ പാതയൊന്നും ഓടിക്കാം വെച്ചു ജീവ പാതയൊന്നും ഓടിക്കാം യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ പ്രിയ യേശുവേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ പ്രിയ യേശുവേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ പോയി സാക്ഷി ചൊല്ലുവീരെന്നുറച്ചരപ്പനയതാ പോയി സാക്ഷി ചൊല്ലുവീരെന്നുറച്ചരപ്പനയതാ ദൈവമേ എന്ന ഒന്ന ചേർന്നിയ ഞാൻ വേദന ചെയ്യും ഞാൻ ദൈവമേ എല്ലാം ഒന്ന ചേർന്നിയ ഞാൻ വേദന ചെയ്യും ഞാൻ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ യോർദാൻ സമമനശോധനയിലും താഴ്ന്നിടു പോകാതെ യോർദാൻ സമമനശോധനയിലും താഴ്ന്നിടു പോകാതെ ആർത്തിൻ ജയധ്വനിയോ കാത്ത് പാലിക്കുന്നു സ്നേഹമച്ചയം ആർത്തിൻ ജയധ്വനിയോ കാത്ത് പാലിക്കുന്നു
വാഴ്ത്തി പുകഴ്ത്തിടുന്നേ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ. ഇന്നലെയും ഇന്നും ഇന്നുമായ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും ഇന്നുമായ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുന്നേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുന്നേ. ഭയങ്കര കാറ്റുമലയും കൊടിയനായി വരും നേരത്ത്. ഭയങ്കര കാറ്റുമലയും കൊടിയനായി വരും നേരത്ത്. കാറ്റുകരങ്ങളെ കുമാർ വളർച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാറ്റുകരങ്ങളെ കുമാർ വളർച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശുവെന്ന നാമമേ
എല്ലാവർക്കും എണ്ണിക്കാം. എല്ലാ കണ്ണും പറഞ്ഞിരിക്കും.
ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം ദിവസം. പരിശുദ്ധാത്മാവേ, നീ എത്ര വലിയത്, നിന്റെ പ്രവൃത്തി എത്ര വലിയത്, നിന്റെ കൃപ എത്ര വലിയത്, നീ നടത്തിയ വിധങ്ങൾ, ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച വിധങ്ങൾ, തകർക്കുമെന്ന് പറഞ്ഞവരെ മുൻപിൽ നിർത്തിയത്, തോൽവിയെല്ലാം ജയമാക്കിയത്, നിരാശകളെ നിസ്സാരമാക്കിയത്, വരുവാനുള്ള വേഗത്തിൽ കടന്നു വരുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി നീ കൂട്ടിക്കൊണ്ടുവന്ന് ജനങ്ങൾക്കായി ദൈവദാസനാണ്. കർത്താവേ, നിന്റെ രക്തത്തുള്ളികൾ ജനത്തിന്റെ പാപത്തെ കഴുകുക, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം തുടച്ചു മാറ്റുക, ജഡത്തിന്റെ ശക്തിയെ മരവിപ്പിക്കുക, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം മാത്രം നടക്കുക. യേശുവേ, നിനക്ക് നന്ദി. യേശുവേ, നിനക്ക് നന്ദി. നിന്റെ ശക്തിക്കായി, നിന്റെ ബലത്തിനായി, നിന്റെ കരുണയ്ക്കായി, അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. വന്നതുപോലെയല്ല, നിറവ് പ്രാപിക്കുവാൻ, ശക്തി പ്രാപിക്കുവാൻ, കടന്നു വന്നവരുടെ ഒരു തീ അഭിഷേകത്തിന്റെ പകർച്ച, ഒരു വെളിപ്പാടിന്റെ പകർച്ച, ദർശനത്തിന്റെ പകർച്ച, കൃപയുടെ ശക്തി തന്റെ മക്കളെ സമർപ്പിച്ച് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ തീ അഭിഷേകം തന്റെ മക്കളുടെ മേൽ വ്യാപരിച്ചിറങ്ങുക. യൂത്തിന്റെ മീറ്റിംഗിൽ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം പകരുക, അവർ വായിന്ന് തീ പുറപ്പെടുക. കർത്താവിന്റെ കരുതലും കാവലും തന്റെ മക്കളുടെ മേൽ ഇറങ്ങി വരുക. സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരവരുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. എന്റെ കൃപയും സാന്നിധ്യവും നിറയ്ക്കണം പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജീസസ്. എല്ലാവരും ബൈബിൾ പേരെടുക്കാം. സങ്കീർത്തനം വായിക്കാം. 91 സങ്കീർത്തനമാണ് കുഞ്ഞ് വായിക്കുന്നത്. നമുക്ക് പ്രതി വായിക്കാനായിട്ട് വായിക്കാം. 91 സങ്കീർത്തനം ജൂവല വായിക്കുന്നത്. अपने मरवस के साक्षी देंगी पर के चरण അവന്റെ വേട്ട കണ്ണ് കണ്ണിന്റെ മഷാനമായ വിധിച്ചു. നേരത്തെ വയലത്തെ പകൽ നടക്കുന്ന ശ്രദ്ധ ദേശത്ത് 1000 പേരും 1 കനിഷ്ഠ 10,000 പേരും
എങ്ങനെ തടുത്തറിയില്ല. യഹോവ നീ എന്റെ സങ്കേതവും നീ അത്യുന്നതന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. എന്റെ എല്ലാവരും എന്നെ കാക്കാൻ അവൻ എന്നെ വിളിച്ചപ്പോൾ ദൂതന്മാരെ കൽപ്പിക്കും. സിംഹത്തിന്റെ നന്ദി ചാർത്തുമ്പോൾ സിംഹത്തിന്റെ പെരുമാനെ വിളിച്ചളയും. അവൻ എന്റെ വിളിച്ച അന്വേഷിക്കുന്ന ആരാണ് ഉത്തരമുള്ളൂ. ഹല്ലേലൂയ. കരം പിടിച്ച് നന്ദി പറയാം. നമ്മുടെ ഇടയിൽ കടന്നു വന്ന പ്രിയ കർത്താവിന്റെ ദാസൻ പ്രവീൺ പാസ്റ്റർ, കൂടെ വന്ന പ്രിയപ്പെട്ട ഫാമിലി, ഇവിടെ ആയിരിക്കുന്ന പ്രിയ മക്കൾ ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. മറക്കരുത്. രണ്ടാമത് പരിശുദ്ധാത്മ പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ ആത്മാവ് ഇല്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. അപ്പൊ യേശു പിരിഞ്ഞൊക്കെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അവന്റെ ആത്മാവ് നമ്മുടെ അകത്ത് ഇല്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. അതിന്റെ സങ്കീർത്തനത്തിൽ 13 പറയുന്നത് എങ്ങനെയാണ്, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ ശിക്ഷിക്കും. ഈ സങ്കീർത്തനം എല്ലാവരും വായിക്കും. അധികമായി ഇതാ കൂടുതൽ എല്ലാവരും വായിക്കാറുണ്ട്. ഉറക്കം വരാത്തവർ, പേടി കിട്ടിയവർ, പിന്നെ ഉണ്ടല്ലോ ശത്രുക്കളുള്ള അധികം വായിക്കുന്ന സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. നല്ലതാ. പക്ഷേ സിംഹത്തിന്മേലും മണലിന്മേലും നീ ചവിട്ടെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. നിങ്ങളിൽ എത്ര പേരാ ചവിട്ടുന്നത്? വെളിപ്പാട് പുസ്തകം പറയുന്നത് ജയിക്കുന്നവന് കിരീടം. ജയിക്കുന്നവൻ ആരാ ജയിക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രാപിച്ച പോരാ, പരിശുദ്ധാത്മാവിന്റെ അകത്ത് ശക്തി പ്രാപിക്കണം. ശക്തിക്കകല ഞാന് കണ്ടിട്ടുണ്ട് ചിലര് അന്യഭാഷ പറയും, 2 വാക്ക് കലുകുല കലുകുല പറഞ്ഞു, അതാ മരിക്കുന്നവർ അതേ ഉള്ളൂ. വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം നടക്കും. എന്താ? അവർ പുതു പുതു ഭാഷകളിൽ സംസാരിക്കും. യേശു ഉള്ളവനെ കാണുമ്പോൾ അറിയാം യേശു ഉള്ളവന്റെ അകത്തുള്ള മാറ്റങ്ങൾ, അവന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നിങ്ങളെ മനസ്സിലാക്കി ജീവിക്കണം. എല്ലാവരും പറയും, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നിന്ദിച്ചിരിക്കണം. ഇതാരാ ചെയ്യുന്നത്? വചനപ്രകാരം ജീവിക്കുന്നവൻ, വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്തവൻ, കർത്താവിന് വേണ്ടി വില കൊടുക്കുന്നവൻ ശക്തി പ്രാപിക്കുന്നു. ഇവിടെ ഇത് ചവിട്ടുകൾ ആരോഗ്യമുള്ള ആരും ഉണ്ടോ? ശക്തിയാവണം. ശക്തി. ജീവിത വിശുദ്ധി വരുമ്പോൾ ശക്തി വരും. ജീവിത വിശുദ്ധി വരാതെ വരുമ്പോൾ ശക്തി പോകും. കണ്ണിന് തെളിച്ചം വരും, വെളിച്ചം വരും, മാറ്റങ്ങൾ വരും. ഇതെല്ലാം അഭിഷേകമായ ഒരു ബന്ധമാണ്. സങ്കീർത്തനം നല്ലതാ. നീ ചവിട്ടും, മെതിച്ച് കളയും, ഇതെല്ലാം ചെയ്യും. ശക്തി. യേശു പറഞ്ഞു, നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട്
ജെറുസലേം, യഹൂദിയ, സമരിയ, ലോകത്തിന് അറ്റത്തോളം ചെല്ലാൻ കർത്താവ് പറഞ്ഞിരിക്കും. എല്ലാവരും ശക്തിയിലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വളരെ ദാഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഓർപ്പിക്കുന്നു, നമ്മുടെ കയ്യിൽ വചനം പറയാനുള്ള അല്പസമയമേ ഉള്ളൂ. അത് ഞാൻ ദേവദാസിന് വേണ്ടി കൈമാറാൻ പോവുകയാണ്. നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം. ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യം ഇതിനകത്ത് സ്വർഗത്തിലെ കർത്താവ് കൈമാറുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സൃഷ്ടിക്കുന്ന കർത്താവിന്റെ അനുഗ്രഹീത ദൈവപ്രത്യം പാസ്റ്റർ ജസ്റ്റിൻ ജോസഫ് അവர்கள் ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യാദൃച്ഛയാൽ ഇന്ന് പകൽ നിങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. സ്തോത്രം. ഇത് ആമേൻ സ്തോത്രം ദൈവ നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ പ്രിയ ആമേൻ ജോർജ് ചാൻ ഫാമിലി മകൾ ആമേൻ സ്തോത്രം എന്നോടൊപ്പം ആരാധനയിൽ ഇന്ന് പകൽ പങ്കെടുപ്പാൻ കടന്നു വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ പന്തളത്ത് ആ കുടുംബത്തോട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയോട് ഞങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് പകൽ ഇവിടെ നിങ്ങളോടൊപ്പമായിരിക്കും ദൈവ നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുതലുകൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന പ്രിയ വീണ സിസ്റ്റർ ആമേൻ വർഷങ്ങളായി ആ കുടുംബവുമായിട്ട് എനിക്കൊരു അഭേദ്യമായ ആത്മബന്ധമുണ്ട്. ആമേൻ സ്തോത്രം. ആ ബന്ധത്തോട് ഇന്ന് പകൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പരിശുദ്ധാത്മാവ് എക്കാലവും നമ്മെ ആദരിപ്പാൻ സ്വർഗ്ഗം അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മേൽ കൈമാറട്ടെ. സഭ ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നതിൽ കേട്ടതിൽ ഒത്തിരി സന്തോഷം. ഒരു വാക്യം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അവനെ പിടിച്ച ശേഷം കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ സാധിച്ച് തടവിലാക്കി അവരെ കാപ്പാൻ 4 ചേവകളുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനോട് ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. നമ്മുടെ അകത്ത് അന്ധരാത്മാവിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വെളിപ്പാടിന്റെ ആഴങ്ങളിലേക്ക് ആത്മാവ് തൊടാൻ ആഗ്രഹിക്കുക. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ഒരു വലിയ പ്രതിസന്ധിയിലാണ് സമൂഹവും സഭയുമായിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ദർശനമുള്ള ചിലര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഈ 2025 3-ാമത്തെ മാസം പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയോട്, സമൂഹത്തോട്, ദേശത്തോട് ആത്മാവ് ഇടപെടുകയാണ്. ചില ഹെരോദാക്കളുടെ കരം സഭയ്ക്ക് നേരെ നീട്ടുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അവൻ സഭയെ പിടിക്കുമ്പോൾ നാം ദേശത്തെ തൊടും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ആമേ. ഹെരോദാവ് സഭയെ തൊടുമ്പോൾ സഭ ദേശത്തെ തൊടും. എത്ര പേർക്ക് ഇന്ന് ഈ പകലിൽ ആ ദൂതൊന്ന് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ? കമോൺ. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് സ്വർഗം കൈമാറുകയാണ്. അധികാരികൾ സഭയ്ക്ക് നേരെ നീട്ടുമ്പോൾ സഭ ദേശത്തെ കൈകൊണ്ട് തൊടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സഭയ്ക്ക് ഒരു അതോറിറ്റി സ്വർഗം കൈമാറാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തുകയാണ്. നിങ്ങളുടെ തലമുറകൾ കവലകളിൽ നിൽക്കുമ്പോൾ അവർ പ്രവചന ശബ്ദത്തോടെ ജനത്തോട് ദൂത് വിളിച്ചു പറയും. നിങ്ങൾ കവലകളിൽ നിൽക്കുമ്പോൾ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയും. ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ തലത്തിന് വ്യത്യാസം പരിശുദ്ധാത്മാവ് വരുത്താൻ പോകുകയാണ്. സഭയുടെ തലം മാറാൻ പോകുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പട്ടണത്തിനകത്ത് ഒതുങ്ങാനല്ല, പട്ടണത്തിനകത്ത് സഭ വികസിക്കാൻ പോകുകയാണ്.
പട്ടണത്തിന് അകത്ത് ഒതുങ്ങാനല്ല, പട്ടണത്തെ പിടിച്ചടക്കുന്ന ഒരഭിഷേകം ആ ജനത്തിന്റെ മേൽ സ്വർഗം കൈമാറുന്നു. ഇതിനകത്ത് സ്വർഗം അങ്ങനെ ഒരു തലത്തെ ഇന്ന് പകൽ ദൈവം റിലീസ് ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്ത് അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ മേഖല ഇതിനകത്ത് ഓപ്പൺ ആകുക. അവിടെ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, രണ്ടാമത്തെ വാക്യം. അത് യഹൂദന്മാർക്ക് പ്രസാദം എന്ന് കണ്ട് അവർ പത്രോസിനെയും പിടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ അവിടെ ഇങ്ങനെ വായിക്കുന്ന കൊന്നു. യാക്കോബിനെ കൊന്നു. അതവർക്ക് പ്രസാദമായി തീർന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ സഭയ്ക്ക് നേരെ ആഭിചാരകന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. സഭ മൗനം പാലിക്കാനല്ല, സഭയുടെ കണ്ണ് തുറക്കേണ്ട സമയമായി. സഭ കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കേണ്ട സമയമായി. ഇന്ന് പകൽ ദർശനത്തിന് മങ്ങ നിൽക്കരുത്. ദർശനം പ്രാപിച്ചവര് ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ അടുത്ത ശുശ്രൂഷ നിങ്ങൾക്ക് ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കപ്പെടാൻ പോകുകയാണ്. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ചില കാര്യങ്ങൾ തൊട്ടുപോകത്തേ ഉള്ളൂ, സമയം എന്റെ മുൻപിലില്ല. ആമേൻ, സ്തോത്രം. യാക്കോബിനെ കൊന്നത് ആമേൻ ഹെരോദാവിന്റെ കൂടെ നിൽക്കുന്ന കർമാദികൾക്ക് പ്രസാദമെങ്കിൽ സ്വർഗം ഇന്ന് പകൽ അടുത്തതിനെ ലിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി വെളിപ്പെട്ടു വരുന്ന സകലതിനെയും സ്വർഗത്തിന് ദൂതനിറങ്ങി വെട്ടും. പകരം ചിലതിനെ ലിഫ്റ്റ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ ഇറങ്ങി പറയാം. പിശാചേ, നിന്റെ കാലം കഴിഞ്ഞു. ഇത് സഭ തീരുമാനിക്കുന്ന കാലമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പിശാചേ, പത്തനംതിട്ടയിൽ നിന്റെ കാലം കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ സമയമാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് സഭയെ നോക്കി വിളിച്ചു പറയുന്നു, ഞങ്ങൾ ലിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിനകത്ത് ഒരു ഉണർവ് സംഭവിച്ചാൽ ഈ ഹോള് പോരാതെ വരും. ഇത് കോട്ടേജ് മീറ്റിംഗിനും ബൈബിൾ സ്റ്റഡിക്കും മാത്രം ഒതുങ്ങുന്നതായി മാറും. ദൈവം അതിനപ്പുറത്തൊരു വിശാലത സഭയ്ക്ക് ദൈവം തരാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാട് ഇന്ന് പകൽ ദൈവാത്മാവ് ഒരു ദൂത് കൈമാറുകയാണ്. പട്ടണത്തിന്റെ നടുവിൽ സഭയ്ക്ക് വേണ്ടി സ്വന്തമായി ദൈവം നിങ്ങൾക്ക് വേണ്ടി കാർ പാർക്കിംഗ് ഉൾപ്പെടെ ദൈവാത്മാവ് ഒരു ഗാലറി സിസ്റ്റത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പണിംഗ് ദൈവത്തിന്റെ ആത്മാവ് തുറക്കാൻ പോകുകയാണ്. ശക്തിയോടെ ദൈവ സാന്നിധ്യത്തിലേക്ക് സ്വർഗ്ഗം കൈമാറുകയാണ്. അന്തരീക്ഷം മാറുന്ന വിധത്തിൽ ദൈവാത്മാവ് പട്ടണത്തിന്റെ അകത്ത് ദൈവം സഭയ്ക്ക് വേണ്ടി ചിലതിനെ ദൈവം ക്രമീകരിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ക്ഷയമെടുക്കുന്നു. യാക്കോബിനെ പിടിച്ചത് പിശാച് നിനക്ക് ഇഷ്ടമായെങ്കിൽ പകരം പത്രോസിന് നേരെ കൈനീട്ടിയെങ്കിൽ സ്വർഗം മൗനം പാലിക്കുമെന്നാണ് പട്ടണത്തിലെ മൂപ്പന്മാർ വിചാരിച്ചത്. എന്നാൽ ഇന്ന് പകലിൽ സഭയെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഗർജിക്കുന്ന സിംഹമെന്ന. അങ്ങനെയെങ്കിൽ ഒരുവൻ ഗർജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ ഹെരോദാവിനെ നിനക്ക് പിടിക്കാൻ പറ്റത്തില്ല, നിനക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. സഭ ഗൗരവമുള്ളത്. അങ്ങനെയെങ്കിൽ പട്ടണത്തിന്റെ നടുവിൽ ഈ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് ചിലതിനെ തീയാക്കി ദൈവം പുറത്തെടുക്കാൻ പോകുകയാണ്. ചിലതിനെ തീയാക്കി ദൈവാത്മാവ് പുറത്തെടുക്കാൻ പോകുകയാണ്. പ്രാപിക്കേണ്ടവരെ പ്രാപിച്ചോ. ദൈവസ്ഥാനത്തിൽ നിനക്ക് സ്വർഗം കൈമാറുകയാണ്. പ്രാപിക്കേണ്ടവരെ പ്രാപിച്ചോ. നിങ്ങൾക്ക് ചിലതിനെ തീയാക്കി 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 ഇതിനകത്തുള്ള യൗവനക്കാരെ തീയാക്കി പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. ദർശനമുള്ള വെളിപ്പാടുള്ള
ചിലത് ഇതിനകത്തിരുന്ന് പുറത്തു വരാൻ പോകുക. ചില യൗവനക്കാര് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓർമ്മിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുക. ചില യൗവനക്കാരുടെ മേൽ ദൈവാത്മാവിന്റെ അത്യന്ത അഗ്നി ദൈവാത്മാവ് കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഇതിനകം ചിലതിന് മേൽ അങ്ങനെ കൈമാറുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് വെളിപ്പെടുന്നു. Hallelujah. Hallelujah. വെളിപ്പാട് പ്രാപിച്ചവർ മിണ്ടാതിരിക്കത്തില്ല. വെളിപ്പാട് പ്രാപിച്ചവർ ആമേൻ അന്യോന്യം കരം കൊടുക്കും, അന്യോന്യം ഒരുമിക്കും, അന്യോന്യം പ്രാർത്ഥിക്കാൻ തുടങ്ങും, ദർശനങ്ങളെ പങ്കുവയ്ക്കും, സ്വപ്നങ്ങളെ വിവരിക്കും, ദൈവിക ആലോചനകളെ കൈമാറും. ഇന്നത്തെ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു സഭ. ആമേൻ പത്രോസ് പിടിക്കപ്പെട്ടപ്പോൾ അവർ മിണ്ടാതിരുന്നില്ല. അവർ പ്രാർത്ഥന തുടങ്ങി. ബൈബിൾ പറയുന്നു ആ കാലത്ത് കണ്ടതിലും ഏറ്റവും വലിയൊരു അത്ഭുതം. ആമേൻ 14 ചേവകരിരുന്നപ്പോൾ അവരാരും അറിയാതെ പട്ടണത്തിന്റെ പ്രമുഖ വാതിലിനകത്ത് ഒരു ഉണർവ് സംഭവിച്ചു. ആമേൻ സകലരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരുത്തനെ ഉണർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ദൂതൻ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് മുതൽ ഇതിനകത്ത് പട്ടണം ശ്രദ്ധിക്കുന്ന വിധത്തിൽ ദൈവം ചിലതിനെ ഉറക്കും. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന്. ചിലത് ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എഴുന്നേക്കാൻ പോവാം. നിങ്ങൾ എഴുന്നേൽക്കും. ചിലര് പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ ചില പോലീസ് അധികാരികൾ, ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് മുഴങ്ങാൽ മുടക്കും. ആമേൻ ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെട്ടു വരും. ചില ഡോക്ടേഴ്സ് ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ മുഴങ്ങാൽ മുടക്കും. ആമേൻ ഹല്ലേലൂയ. ആമേൻ വേഗത്തിൽ സംഭവിക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ കാലം ഇതിനകത്ത് ചലിക്കുന്നു. ഒരറ്റം മുതൽ മററ്റം വരെ ദൈവസാന്നിധ്യത്തിനകത്ത് സ്വർഗ്ഗം കൈമാറുകയാണ്. ഇന്ന് പകൽ അഭിഷേകം പ്രാപിക്കുന്നതിന് ഒരുമിച്ച് ഇന്ന് പകൽ ഇതിനകത്ത് അങ്ങനെ അഭിഷേകത്തിന്റെ കാലം ഇങ്ങനെ ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചില മുറിഞ്ഞ കരങ്ങളെ ദൈവം സൗഖ്യമാക്കുകയാണ്. ഉടഞ്ഞ ഹൃദയങ്ങളെ ഇന്ന് സ്വർഗം പണിയുന്ന ദിവസമാണ്. സ്വർഗത്തിന്റെ കരം ഇന്ന് ചിലരുടെ ഒരു പുതിയ അഭിഷേകം ഇന്ന് സ്വർഗം കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ബാധിച്ചു. ഈ പകൽ നിന്റെ ദിവസമാണ്. ദൈവത്തിന്റെ കരം ചലിക്കുക വന്നതുപോലല്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇതിനകത്ത് സഞ്ചരിക്കുകയാണ്. ദൈവത്തിന്റെ മകത്വം ഇന്നവകൾ ഇതിനെ ചലിക്കുകയാണ്. ചിലരുടെ ദർശനങ്ങളെ കണ്ടു തുടങ്ങുന്നു. ഓ സഭയ്ക്കകത്തും പുറത്തും ചില വ്യത്യാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്നവരെ റിലീസ് ചെയ്യുകയാണ്. സഭയുടെ അതിരികൾ ഇന്നവകൾ പൊട്ടുകയാണ്. ഇതിനെ വളർത്തുന്ന ദൈവത്തിന്റെ കരം ഇന്നവകൾ ഇതിനെ ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സഭയെ സ്നേഹിക്കുന്നു. ഈ പട്ടണത്തിന്റെ നടുവിൽ സഭയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ സഭയ്ക്ക് പട്ടണത്തിന്റെ നടുവിൽ വലിയൊരു പങ്കുണ്ട്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഇന്ന് പകൽ ഇതിനകത്ത് യാദൃച്ഛമാണ് ഞാൻ ഇതിനകത്ത് വന്നു കയറി. തന്നെ ആരും വിളിച്ചതല്ല. ഞാൻ കഴിഞ്ഞ രാത്രിയില് വീണ സിസ്റ്റർ വിളിച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ചർച്ചയിൽ വരുന്നുണ്ട്, തൊട്ടടുത്ത് ഞാൻ പന്തളത്തിലുണ്ട്. യാദൃച്ഛയാണ്. പക്ഷെ ഇന്ന് പകൽ എനിക്കൊരു കാര്യം ഉറപ്പായി. ആമേൻ, എനിക്ക് യാദൃച്ഛമാണേലും സ്വർഗത്തിലെ അപ്പച്ചന് ഒരു നിർണയമായിരുന്നു.
ഹല്ലേലൂയ. അസൂയയില്ലെങ്കിൽ കയ്യിൽ നടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പത്രോസ് പട്ടണവാതിൽക്കൽ വന്നിട്ട് നേരെ ഓടിച്ചെന്ന് സഭയിലേക്ക്. നിങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നില്ലേ പട്ടണത്തെ ഒന്ന് കുലുക്കാൻ? ചിലര് കുലുങ്ങി പുറത്തു വരുമ്പോ ആദ്യം വരുന്ന സഭയിലേക്ക്. ആദ്യം വരുന്നത് സഭയിലേക്ക്. ഇവിടെ വന്ന മുഴങ്കാൽ മുടക്കും. ഇവിടെ വന്ന മുഴങ്കാൽ മുടക്കും. അവര് പ്രാർത്ഥിക്കാൻ പറയും. നിങ്ങൾ പ്രാർത്ഥിക്കും. അടുത്ത സ്റ്റെപ്പ് സ്നാനവെള്ളത്തിലേക്ക്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? അടുത്ത ശുശ്രൂഷ സ്നാനവെള്ളത്തിലേക്ക്. ദൈവത്തിന്റെ മകത്തും ചില ഷണ്ണന്മാരൊക്കെ വിടിവിക്കപ്പെടാൻ പോവാ. കാലം മാറുക. സഭയുടെ മുഖവര മാറാൻ പോവാ. സഭയ്ക്ക് ശക്തമായ ഒരു ശുശ്രൂഷ ഈ 2025 ദൈവമെന്ന് ഏൽപ്പിക്കുകയാണ്. ഇത് കാലം മാറുകയാണ്. പിശാച് ഭരിച്ച കാലമല്ലെന്ന് ദൈവം ചിലതിന്റെ കാലചക്രങ്ങളെ ദൈവം തിരിച്ചുവിടുക. അതങ്ങനെ സംഭവിക്കാൻ പോകുകയാണ്. പിശാച് ഒരു കാലം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഇനി ശ്രദ്ധിക്കണേ, കപ്പിവാചകം പോലെ പറഞ്ഞു നയിക്കാം. പിശാച് ഒരു കാലം കൊണ്ടുവന്നു. എന്താണെന്നറിയാമോ? നിന്റെ കൂടെയുള്ള വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് 6 കൽപാത്രത്തിൽ നോക്കി ആ വെള്ളത്തെ വീഞ്ഞാക്കിയവൻ കുരിശിൽ കിടക്കുക. 5 അപ്പവും 2 മീനും കയ്യിലെടുത്തുകൊണ്ട് 5000-ലധികം പേർക്ക് കൊടുത്തു. 12 കോട്ട നിറച്ച് നിങ്ങളുടെ ഗുരുനാഥനുണ്ടല്ലോ റബിനിയു, അവന്റെ ക്രൂശെ കിടക്കുക. കാലം കഴിഞ്ഞണം. മഞ്ചത്തിൽ തൊട്ടപ്പോ ആ മരിച്ചവൻ എഴുന്നേറ്റില്ലേ, അവന്റെ ക്രൂശെ കിടക്കുക. ആരും അവനെ വിളിക്കാറില്ലായിരുന്നു. അവൻ വിളിച്ചു പറയുക. ആ തടാകത്തിനകത്ത് വന്നപ്പോ 6000 ഭൂതമുള്ള ലക്കിയോൻ വന്നിട്ട് അവൻ സൗഖ്യമായില്ലേ. അവൻ ഇതാ ഇവിടെ കിടക്കുക. നിന്റെ കാലം കഴിഞ്ഞു. ശ്രദ്ധിക്കണം, സഭ ശ്രദ്ധിക്കണം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണേ. സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് വന്നു നിന്ന ശിഷ്യന്മാരോട് യേശു ഒരു ഗുഡ് ന്യൂസ് പറയുക. മക്കളെ, ഞാൻ പോകുക, പക്ഷെ നിങ്ങൾ ഭാരപ്പെടരുത്, കാര്യസ്ഥനായിരിക്കുക. അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പോകുക, ഇവിടെ ബ്ലൈൻഡ് ആയിട്ട് ഇരിക്കരുത്. നിറയ്ക്കുന്നവൻ ഇതിനകത്ത് വരാൻ പോകുക. നിങ്ങൾക്ക് പിടിയിട്ടില്ല തോന്നും. ഞാൻ പോകുക, പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സമയം വരുന്നുണ്ട്. ഇതിനകത്ത് ചെയ്യാൻ വരുന്നു. ഒരുമിച്ച് കൂടുന്ന ഒരു സമയം വരുന്നുണ്ട്. അന്ന് നിങ്ങളുടെ ശിരസിന്റെ മേൽ അഗ്നി പോലെ ജ്വാല നാവുകൾ നിങ്ങൾക്ക് പ്രത്യക്ഷമാകും. പ്രാപിക്കുക. ആ തീ ഇതിനകത്ത് ചലിക്കുക. ആ തീ ഇതിനകത്ത് തുടങ്ങുക. പ്രാപിച്ചോ. തീയറങ്ങുക. നിന്റെ കൺട്രോളിനകത്തല്ല, ഇത് സഭയാണ്. പിശാചിന്റെ സകല അടവുകളും ഇന്ന് മുതൽ ആടിയുന്ന ദിവസമാണ്. ഇന്ന് മുതൽ സഭയെ ദൈവം ചിലതേൽപ്പിക്കുകയാണ്. ചില ശുശ്രൂഷകളെ സഭയെ ദൈവം ഫലമേൽപ്പിക്കുകയാണ്. അത്യുന്നതിന്റെ വാസസ്ഥലമാണ്. ഇതിനകത്ത് സ്വർഗം ചിലതിനെ കൈമാറുകയാണ്. പ്രാപിച്ചോ. Jesus. ആത്മബലം ഇതിനകത്ത് വെളിപ്പെടുന്നു. അങ്ങനെ ഒരു ആത്മബലം ഇതിനകത്ത് സ്വർഗം കൈമാറുക. യേശു പറയുക, ഞാൻ പോകുക, പക്ഷെ
ദാസനെ അയക്കും. അപ്പൊ നിങ്ങൾ പ്രാപിക്കും. ഒരു വാക്യമുണ്ട്. കുറഞ്ഞവൻ 1000 ചെറിയവൻ 10,000 വർദ്ധിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിന്റെ അകത്ത് വരുമ്പോൾ നീ മൾട്ടി ചെയ്യപ്പെടും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ മേൽ കൈമാറുന്ന അഭിഷേകത്തിന്റെ തലം മാറാൻ പോവാ. അത് പ്രാപിച്ച പത്രോസിന് തടങ്കിലിടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽ ചില ദുഃഖങ്ങൾ ഇതിനകത്ത് ദൈവം ആഴിച്ചു മാറ്റുകയാണ്. പകരം ചിലതിനെ പണിത് ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. പകരം ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. പണിത് പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് ആത്മാവ് തൊടുന്നു. സഭയുടെ പ്രാർത്ഥന തീർന്നില്ല. സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വാതിലെ മുട്ടിയപ്പോൾ കതക് തുറന്നില്ല. അവിടുന്ന് അകത്തുനിന്ന് ഒരു ഉൾവിളി. ആരാ? ഞാൻ പത്രോസാ, കതക് തുറക്ക്. ചിരിച്ചോണ്ട് ആ സഹോദരി ഓടിച്ചൊന്ന് അവിടെ പ്രാർത്ഥിച്ചോണ്ടെടുത്ത് പറഞ്ഞു. പുറത്ത് പത്രോസ് നിൽക്കുക. അവരെല്ലാം അന്താളിച്ചിരിക്കുക. പ്രാർത്ഥിക്കുന്നത് പത്രോസ് വിടിവിക്കപ്പെടാൻ വേണ്ടിയാ. 4-ാമത്തെ വാക്യത്തിൽ വായിച്ചത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്നാ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്നാ. പക്ഷെ ഇന്ന് പകൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കട്ടെ. ചിലര് പുറത്തു വരുന്ന സമയമാ. ചിലര് പുറത്തു വരുന്ന സമയമാ. ചിലര് പുറത്തു വരുന്ന സമയമാ. ചിലര് പുറത്തു വരുന്ന സമയമാ. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് പട്ടണത്തിനകത്തിരിക്കുന്ന ചിലർ പുറത്തു വരും. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കട്ടെ. ചിലത് പുറത്തു വരാൻ പോവുകയാ. ചിലത് പുറത്തു വരാൻ പോവുകയാ. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. ചിലര് പുറത്തു വരും. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കട്ടെ. ഏതാവിന്റെ കാലം, പ്രതിസന്ധിയുടെ കാലം, കഷ്ടതയുടെ കാലം, പ്രതികൂലത്തിന്റെ കാലം. പക്ഷെ സഭ മാറിയില്ല. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കട്ടെ. ചില മുഖങ്ങൾ സഭയുടെ മുൻപിൽ അടിയും. നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, സഭ ശ്രദ്ധയോടെ ആത്മാവിൽ ചലിക്കാൻ തുടങ്ങുമ്പോൾ ചിലരെ പുറത്തു വരും. ഈ കാലം സ്വർഗം അതിനു വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. ഈ കാലം പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. സഭ ദൈവത്തിൽ അവൻ ഇൻവോൾവായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇതിനകത്ത് ഇടപെടുകയാണ്. വാള് നിനക്കെതിരെയാണെങ്കിൽ സ്വർഗത്തിലെ കരം ഹെരോദാവിന് വിരോധമാണ്. ഇന്ന് പകൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. എനിക്കിവിടെ പത്തനംതിട്ടയിൽ എനിക്കൊരു സയന്റിസ്റ്റിനെ അറിയാം. ഈ ഗാലക്സിയുമായിട്ടുള്ള ബന്ധത്തിലാണ് അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അടുത്ത DRD ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ദിവസം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ ഗാലക്സിക്കകത്ത് മഴ എപ്പോ പെയ്യുമെന്നൊക്കെ അവർക്ക് നന്നായി തിട്ടമാണ്. മേഘം മാറുമ്പോ അവിടെ മെഷീൻസിന് തിരിച്ചറിയാനുള്ള അറിവ് അവർക്കുണ്ട്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ നീ പുറത്തിറങ്ങണ്ട, അകത്തിരുന്നാ മതി. ആ ഗാലക്സി ഇതിനകത്തിറങ്ങി വരും. നീ പറയും എപ്പോഴാണ് മഴ പെയ്യേണ്ടതെന്ന്.
ഞാൻ ഒന്നുകൂടെ ഇറങ്ങി പറയാം. 3 വർഷം 6 മാസം ഒരുത്തനെ ദൈവം ഒളിപ്പിച്ചെന്ന 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ചത്. എന്തിനാ ഒളിപ്പിച്ചെന്നറിയാമോ? ഏലിയാവ് പോയി നിന്നത് ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിലാണ്. അവനോട് പറഞ്ഞ ഇങ്ങനെയാ, എടാ കുഞ്ഞെ, നിന്റെ കാലം കഴിഞ്ഞു, ഇതെന്റെ കാലമാ. കൈപ്പത്തി പോലെ ഉയർന്നിരിക്കുന്ന ഒരു മേഘത്തെ ഞാൻ കാണുക. നീ കണ്ടതുപോലല്ല, പക്ഷെ ഞാൻ കാണുന്നത് കൈപ്പത്തി പോലെ ഉയർന്നിരിക്കുന്ന ഒരു മേഘത്തെയാ. സ്തോത്രം, ഹല്ലേലൂയ. ആകാശ ദേവതകളെ ആരാധിച്ചു വരുന്ന ഒരു കുലത്തെ ആമേൻ തിരിച്ചറിയുന്ന ഇസബേലിന്റെ ആരാധനകൾക്ക് കഴിയാതെ ദൈവം 3 വർഷവും 6 മാസക്കാലവും മഴ അടച്ചു വെച്ചെങ്കിൽ ഇന്നലെ നീ ചെയ്ത ആഭിചാരത്തിന് ആകാശത്തെ തുറക്കാൻ കഴിയില്ലെങ്കിൽ ആമൻ 3 മാസം 6 വർഷവും 6 മാസവും ആമൻ കഴിഞ്ഞൊരുത്തൻ പുറത്തു വരിക. അവൻ വരുന്നത് ആകാശത്തെ തുറക്കാൻ വേണ്ടിയാ. വിശ്വസിക്കുന്ന തിരുമുണ്ട്. പട്ടണത്തിനകത്ത് നീ പ്രവചിക്കും, പട്ടണം അത് അനുസരിക്കും. നിങ്ങൾ പറയുന്നത് പോലെ പട്ടണം കീഴടങ്ങാൻ പോകുക. അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് ചേഞ്ച് ആകുക. അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് ചേഞ്ച് ആകുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് പിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. Hallelujah. യേശുവിന്റെ നാമത്തിൽ അറ്റ്മോസ്ഫിയറുകൾ ചേഞ്ച് ആകട്ടെ. അറ്റ്മോസ്ഫിയറുകൾ ചേഞ്ച് ആകട്ടെ. നിനക്ക് നിന്റെ കുടുംബത്തിന് വിരോധമായി വെളിപ്പെട്ടു നിൽക്കുന്ന അറ്റ്മോസ്ഫിയറുകൾ ചേഞ്ച് ആകട്ടെ. നിന്നെ ആരാധനയ്ക്ക് വിടാതെ നിന്റെ വഴിയെ തടയുന്ന വ്യാപാരങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറയാൻ പറയുന്നു. ചില കുടുംബങ്ങൾ ഇവരുടെ റിലീസാകുക. ചില കുടുംബങ്ങൾ റിലീസാകുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളെ ദൈവം ഇതുവരെ മാറ്റുകയാ. നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് ഭയങ്കര ചെയ്തുണ്ടാകാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കുന്നു. ചില നഷ്ടപ്പെട്ട ബിസിനസ്സുകൾ, ചില കഷ്ടത്തിലാക്കിയ ബിസിനസ്സുകൾ, കടം കയറി മരിക്കാതിരുന്ന ചിലരിതിനകത്തിരുമുണ്ട്. ഇതുപോലെ ദൈവം നിനക്ക് ജീവനെ കൈമാറുകയാണ്. പരിശുദ്ധാത്മാവ് തൊടുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചില കുടുംബങ്ങളെ വ്യക്തമായി തൊടുകയാണ്. ചില കുടുംബങ്ങൾ ഇതിനകത്ത് ദൈവം വിടിവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ പുറത്തു കൊണ്ടുവരികയാണ്. രണ്ടാമത്തെ ഒരു മേഖല ഗേഹസി ഓടിച്ചെന്ന് നോക്കിയപ്പോ എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകനോട് ഗേഹസി പറയുന്നൊരു കാര്യമുണ്ട്. നിന്നെ കൊല്ലാനായിട്ട് ഒരു രാജ്യത്തിന്റെ ഭടന്മാർ മുഴുവനും ഈ പാളയത്തിനകത്ത് തമ്പടിച്ചിരിക്കുക. നീ കാണുന്നില്ലയോ? യജമാനെ നീ കാണുന്നില്ലേ? പക്ഷേ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നവന്റെ അകത്തളങ്ങളിൽ വെളിപ്പാട് സ്വർഗം കൈമാറിയിട്ടുണ്ട്. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നവൻ വെറുതെയല്ല പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് 3 കൊരുത്തട്ട് അവിടെ ഇരുത്തിയേക്കുന്നത്. നിനക്ക് ചുറ്റും അരാംതാളയ സൈന്യം അടിച്ചാൽ നിനക്ക് വേണ്ടി ഒരു സൈന്യം പുറപ്പെടുകയോ? നിനക്ക് വേണ്ടി ഒരു സൈന്യം പുറപ്പെടുകയാണ്. നിനക്ക് വേണ്ടി ഒരു സൈന്യം പുറപ്പെടുകയാണ്. സ്വതന്ത്രം കൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് അറിയത്തില്ല നിങ്ങളുടെ മേൽ കിടക്കുന്ന അതോറിറ്റി എന്താണെന്ന്. സ്വതന്ത്രം നിങ്ങളുടെ മേൽ കിടക്കുന്ന ഈ അഭിഷേകം എന്താണെന്ന് കൂടിയിരിക്കുന്നവർക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ എത്ര പേർ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ ഒരുക്കമുണ്ട്. നിങ്ങളുടെ തലം മാറാൻ പോവാ.
ദൈവാത്മാവിനോട് പറയാൻ പറയും, നിങ്ങളുടെ തല മാറാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നിങ്ങളുടെ തല മാറും, നിങ്ങളുടെ തല മാറും. ദൈവത്തിന്റെ കാലം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെടുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പൗളിനാന്റിയല്ലേ? പ്രൈസ് ദി ലോർഡ്. പൗളിനാന്റിക്ക് അറിയാം, SP ആയിട്ടിരുന്ന മേരിക്കുട്ടി ആന്റി അല്ലെ, എറണാകുളത്ത്. ആ സമയത്ത് ആന്റി ഡ്യൂട്ടിയിലല്ലേ അവിടെ. പ്രൈസ് ദി ലോർഡ്. ഞാനും അവിടെ ആ സർവീസില് മേരിക്കുട്ടി എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസി, ആ സമയത്ത് ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പങ്കജം എന്ന ആ ലോഡ്ജിൽ അവിടെ ഇതുപോലൊരു വലിയൊരു ഹോളുണ്ട്. എല്ലാ ആഴ്ചകളിലും അവിടെ പ്രാർത്ഥനയുണ്ട്. മിക്ക ദിവസങ്ങളിലും അവരെന്നെ വിളിക്കും, ഞങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിക്കും. ഒത്തിരി പേര് ആമേൻ അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്ത് ആമേൻ ഇന്ന് IDGP ആയിട്ടിരിക്കുന്ന മനോജ് സാർ അവിടുത്തെ കമ്മീഷണറായിട്ടിരിക്കുന്ന സമയമാണ്. ആമേൻ ആ കോള് ആമേൻ ആന്റിക്ക് വരികയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം, എൻ്റെ സർവൈലൻസിലായിരിക്കണം, എൻ്റെ സർക്കുലേഷനിലായിരിക്കണം. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഡ്യൂട്ടിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. സിറ്റി വിട്ട് പുറത്തു പോകരുത്. സ്തോത്രം. ഒത്തിരി തീവ്രവാദി സംഘടനകൾക്ക് തീരദേശം വഴി വരുന്നൊരു സമയമായിരുന്നു. അവർക്ക് രഹസ്യ ഒരു റിപ്പോർട്ട് കിട്ടി. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നടന്നൊരു സംഭവമാണ്. ആമേൻ. ആ സമയത്ത് ആന്റി അവിടെ ആമേൻ സർവീസിലുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞതിന് സാരം ആമേൻ. സ്തോത്രം. നിന്റെ സർവൈലൻസിനകത്ത് ഇന്ന് പകലിൽ എന്തെങ്കിലും അകത്തു വരുന്നെങ്കിൽ അത് നിന്നോട് അറിയിച്ചിട്ടായിരിക്കും. സഭ ശ്രദ്ധിക്കുക, സഭ ശ്രദ്ധിക്കുക. ഇന്ന് പകൽ നിന്നോട് പറയാതെ പത്തനംതിട്ടയ്ക്കകത്ത് ഒന്നും സംഭവിക്കത്തില്ല. ഇന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ എന്റെ ഫോണ് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഏത് ടവറിലാണോ ഓൺ ചെയ്യുന്നത്, ആ ഓൺ ചെയ്ത സമയത്ത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അയച്ച മെസ്സേജുകൾ, ഞാൻ ഏത് ടവറിലാണ് ഓൺ ചെയ്യുന്നത്, ആ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ എനിക്ക് മെസ്സേജ് ഇതിനകത്ത് ലോഡാകും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? കാരണം പിശാചെ പത്രോസിന് നിനക്ക് തുടങ്ങണമെങ്കിൽ സഭ തീരുമാനിക്കണം. യാക്കോബിനെ കൊന്നത് പറഞ്ഞതുകൊണ്ട് ഹെരോദാവ് മിടുക്ക് സമയണ്ട എന്ന് മുതൽ പത്തനംതിട്ടക്കകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഈ ടവറിനകത്ത് മുഴങ്ങാൻ നടക്കുകയാണ്. ഇന്ന് മുതൽ ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ തീരുമാനിക്കും. പകൽ അന്തരീക്ഷം മാറുന്ന അഭിഷേകം ഇതിനകത്ത് സ്വർഗം കൈമാറുക. പ്രാപിക്കേണ്ടവർ പ്രാപിച്ചു. ഇന്ന് മുതൽ ഇതിനകത്ത് അൺലിമിറ്റഡായി നീ പ്രാപിച്ചതിനും മീതെ ഇന്ന് മുതൽ ഒരു പടിയുടെ ഉയരത്തക്ക നിലവാരത്തിൽ അഭിഷേകം ചില മുഖങ്ങളെ തകർക്കുക. നിന്റെ പലമുറയെ തകർക്കാൻ പദ്ധതി ഒരുക്കിയ മുഖങ്ങൾ ചിലത് തകർന്നു മാറുക. ഇന്ന് പകൽ ഓപ്പറേഷൻ കൂടാതെ ചില സർജറികളെ കർത്താവ് ഇതിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ കൂടാതെ ചില സർജറികളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയർ മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നീ തൊട്ടാൽ രോഗി സൗഖ്യം പ്രാപിക്കും. പ്രാപിച്ച് ഇന്ന് പകൽ ഇതിനകത്ത് ചിലരെ ഹീലിംഗ് മിനിസ്ട്രിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തൊടുന്നു. പരിശുദ്ധാത്മാവ് തൊടുന്നു. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അന്തരീക്ഷം മാറുന്ന ഈ അഭിഷേകത്തിന്റെ ഫലങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ സ്വർഗം കൈമാറുകയാണ്.
ദൈവാത്മാവ് കൈമാറുന്നു. ചിലരുടെ പുതിയ അഭിഷേകങ്ങൾ, ചിലരുടെ നാവിന്റെ കെട്ടുകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുകയാണ്. ചില നാവിന്റെ ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറാം. പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് വ്യക്തികളെ തൊടുന്നു, പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ തൊടുന്നു. സഭയുടെ മേൽ ദൈവിക സർവാധികാരങ്ങൾ ഇന്ന് പകൽ സ്വർഗം കൈമാറുന്നു. സന്തോഷമുള്ള ജനം അന്യഭാഷകളിൽ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. സന്തോഷത്തോടെ സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അഭിഷേകത്തിൽ ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ചിലരുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവദാസന്റെ ഭാഗത്ത് പുറപ്പെട്ട് വചനത്തിൽ ശക്തി ചിലരിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. അകമ്പം മസ്തം ദുനാരിവി സബത്തംദുര റീബജാല വൈറ്റാരവാസി ഖബ ഖറ നിവേസി ഉസ്പനെ റിബാനവ ശാല റക്ക സലനവ. അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കണം. ചാടി എണിച്ചാട്ടെ. അഭിഷേക തീനതി ചിലരുടെ മേൽ ഉടമി ഉടസ്തംഭം റീവൽപ്രൗഢി ഹന്തൽ കടകം വൈഡമാനം അടകമ്പം അസ്തം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലപേരത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് പറയുന്ന വചനം ചിലരുടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അഭിഷേക തീനതി ഓ റക്ക സല റെനിവേസി യേശുവിന്റെ നാമത്തിൽ അഭിഷേകം കൈമാറുക. ഓ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഫലിക്കുമെന്നുള്ള വചനം ഇതിനെ നിവൃത്തിയാകുന്നത് കൊണ്ട് അടകമ്പം തരാ നിബി അസ്ത റക്ക സല റെനിവേ ഉസ്വനെ റിക്ക സല റെനിവേ അസ്മിലലവ. ആരെയും ഓടി ഫ്രണ്ടി വരാം, അവസരമുണ്ട്. ഓ ദാഹിക്കുന്നവൻ വരട്ടെ. വചനം അങ്ങനെ പറയും, ദാഹിക്കുന്നവൻ വരട്ടെ. ഓ ചിലരമേൽ ഏലിയാവിന്റെ ദൈവമേ തീ കൊണ്ട് ഉത്തരമല്ല ദൈവമേ, തീ കൊണ്ട് ഉത്തരമല്ല ദൈവമേ. യേശപ്പ ദൈവദാസന്റെ വായിക്കുന്ന പുറപ്പെട്ട വന്ന വചനം ഇവരുടെ മേൽ നിവൃത്തിയാകട്ടെ. തന്റെ മകനോട് കൂടെ ഇടപെട്ട ഓരോ വചനവും സഭ ശ്രദ്ധയോട് ഏറ്റെടുക്കുന്ന ഈ സമയത്ത് ശക്തി ഇറങ്ങട്ടെ. ശക്തി അവന്റെ ശക്തി. ൂഢബാല ധീരബാല വൈഡബാല വക്തബാല ഗൗഡബാല ധീരബാല വൈഡബാല ഗഗനബാല ധാരബാല ധീരബാല വൈഡബാല ദൂരബാല വൈഡബാല അത്തല വൈഡല ഗൗഡല ബൗഡല ധീരല നാദല വൈഡല ജീവന വൈഡേ അത്തല വൈഡല ഗൗഡല ബൗഡല ജീവന വൈഡല ജീവന വൈഡബാല ദൂരബാല വൈഡല ജീവന വൈഡേ. Thank you, Jesus. ഒരു ദിവസം പുസ്തകങ്ങൾ തുറക്കും. ജീവപുസ്തകം എന്നറിയുന്ന മറ്റൊരു പുസ്തകം തുറക്കും.
അവിടെ എന്റെ പേരുണ്ടാകും. ഒരു അസാധാരണ തീയഭിഷേകം ചിലരുടെ മേൽ. ആ പുസ്തകത്തിൽ ആരെ പേര് കാണപ്പെടുമെന്ന് ആർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം. വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം. വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം വെളിപ്പെടുകയാണ്. ഡാഡി സിറ്റി ഉസ്മനെ ഹബാരാനബ ഝാല റിബല ശരബോടൽ. അഗ്നിക്കണ്ണുകൾ ചില മുഖത്തിൽ പ്രകാശിക്കുന്നത് പോലെ സ്തുതിക്കുന്നു. യെസ് യെസ് യെസ്. ഒരു അഭിഷേകത്തിന് നദിക്കായി. ഓ യെസ് 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 യെസ്. ദൈവദാസൻ പറഞ്ഞ പോലെ ചില അഭിഷേകത്തെ കഥ കൈമാറുന്നത് മാത്രമല്ല, ചില രോഗസൗഖ്യത്തിന്റെ ആത്മാവിന് ചില കൈമാറുകയാണ്. ചില ഹീലിംഗ് മിനിസ്റ്റർ ചെയ്യുവാൻ ചിലരെ കഥ ഒരുക്കുക എന്നുള്ളത് അത് കറക്റ്റ് തന്നെ. ഇവിടെ വെളിപ്പെടുക. അത് വെളിപ്പെടുക. ആരാ ഏറ്റെടുക്കുന്നു? Right now, Jesus, fire! Thank you. അങ്ങളുടെ പേര് ജോർജ് അല്ലേ? പ്ലീസ് കം. എന്നോട് യേശു പറഞ്ഞു, 28 വർഷത്തെ വെല്ലുവിളിയുടെ മേൽ നിന്റെ ജീവനെ ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ നാളുകളെ ഞാൻ നിനക്ക് മടക്കി തരും. നിന്റെ കൈയും കാലും വിറയ്ക്കുന്നത് ഞാൻ നിർത്തി. യെസ്, പ്രവീൺ പാസ്റ്റർ കൂടെ വെളിപ്പെടുത്തിയതുപോലെ ഞാൻ നിന്നെയും ഒരു പ്രവാചകനാക്കും. നിന്റെ കണ്ണുകൾ മങ്ങിപ്പോകുകയില്ല. വസ്തുവകയ്ക്ക് വേണ്ടി നിന്നെ യവൻ തകർക്കാൻ നോക്കിയോ, അവന്റെ മുൻപിൽ ഞാൻ നിനക്ക് മാന്യത ഉണ്ടാക്കും. നിന്റെ പട്ടണത്തിൽ ഞാൻ നിന്നെ നിർത്തുമെന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. ഉടസ്തംഭം നഷ്ടപ്പെട്ടു പോയത് ഞാൻ നിനക്ക് മടക്കി തരും. യെസ്, 4 വേദ കെട്ടുകളെ നിന്നെ മുൻപിൽ നിന്ന് യേശു അറുത്തു മാറ്റുകയാണ്. നിന്റെ തലയ്ക്കുള്ള വെളിവുകേടുകൾ അവൻ എടുത്തു മാറ്റിക്കൊണ്ട് നിന്നെ കാര്യസ്ഥനാക്കാൻ പോകുക, യോസേപ്പിനെ പോലെ. പരിശുദ്ധാത്മാവിന്റെ തീയഭിഷേകം. നിന്റെ സമ്പത്ത് അപഹരിച്ച് കൊണ്ടുപോയ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കും. ഇത് ദാവീദിനെ കൊള്ള എന്നറിയപ്പെടും. നിന്റെ അസ്ഥികൾക്ക് ഞാൻ ബലം പകരും. നീ മരണത്തിനായി നാളുകളെ എണ്ണുവാനല്ല. താങ്ക് യു ജീസസ്. നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിട്ടുമില്ല.
നിനക്ക് നന്മ വരും. നിന്റെ തലമുറ തന്നെ അത് അനുഭവിക്കും. The blood of Jesus right now. Yes, ഈ ബലത്തോടെ നീ പോകുക. മിഥിയാനിയരെ ഒറ്റ മനുഷ്യനെ പോലെ നീ തോൽപ്പിക്കും. ഞാനല്ലേ ഒന്നിനെ അയക്കുന്നത്. യെസ്, സംശയങ്ങളെ മാറ്റി നിർത്തി. വിളിച്ചവൻ വിശ്വസ്തന. ഇത് ഒക്കെ സംഭവിക്കും മക്കളെ. മോനെ കൈ നിമത്ത് പിടിയിടാ. മന്ത്രവാദികളെ ജയിക്കുന്ന ഒരു തീ അഭിഷേകം യേശുവിനെ കൈമാറുകയാണ്. നിന്നോട് പറയുക, മന്ത്രവാദികളെ ജയിക്കുന്ന ഒരു തീ അഭിഷേകം ഇന്ന് പകലിനെ കൈമാറുകയാ ഇവിടെ. ഇത് ഏലിയാവിന്റെ ദൈവത്തിന് തീയത്തിന് അണലികളെ ചവിട്ടണമെങ്കിൽ ചില കടവാള ചീട്ടുകൾ അവൻ കീറി മാറ്റുകയാ. ഏറ്റെടുക്കുന്നവൻ ആര് റെഡി? കടവാള ചീട്ടുകൾ അവൻ കീറി മാറ്റുകയാ. ആരോ ഏറ്റെടുക്കുന്നു? എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലേക്ക് കൈമാറുകയാ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇത് മുട്ടോളമല്ല, അരയോളമല്ല, നീന്തി കുളിക്കുവാൻ അടുത്ത തലത്തിലേക്ക് ചിലരെ കൈമാറുകയാ. യെസ്, രോഗസൗഖ്യത്തിലെ ശക്തി ചിലരെ കൈമാറിക്കൊണ്ട് അടുത്ത തലത്തിലേക്ക് അതിനെ കൊണ്ടുപോവുക. ആരോ ഏറ്റെടുക്കുന്നു. യെസ്, വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം സിസ്റ്ററെ, നിന്നോട് തന്നെ പരിശുദ്ധാത്മ പറയുന്നു, ശുശ്രൂഷ നിന്റെ ഭർത്താവിനല്ല, ഞാൻ നിനക്കാ തന്നിട്ടുള്ളത്. നീ പൊട്ടിയാകരുത്, നീ ഭ്രാന്തിയാകരുത്. ഒരു തീക്കലന്റെ വെളിപ്പാട് ഞാൻ എസ്തർ കൈമാറിയതുപോലെ ചിലത് നീ വീണ്ടെടുക്കും. യെസ്, അഭിഷേകം മുഖത്തെ മുറിക്കും. ഫയർ, ഫീൽ ഫയർ, ഫീൽ ഫീൽ ഫീൽ. പ്രാപിച്ചാട്ടെ, 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 പ്രാപിച്ചാട്ടെ. വചനം പഠിപ്പിക്കുന്ന നന്മയും കരുണയും അരമണിക്കൂർക്കല്ല, 5 ദിവസത്തേക്കല്ല, നിന്റെ ആയുഷ്കാലം മുഴുവനും റൈസ് അഗൈൻ. യെസ്, thank you. Sister, please come. Please come. Shabala Dereke me uspane habaraba. Sion yatraye. യേശു ഇറങ്ങി വരുന്നു. എത്ര പേർ എണ്ണിച്ചു നിന്ന് യേശുവിനെ സ്വാഗതം ചെയ്യും? ഈ ശക്തി
Power. Power. Please come. Please come. സിയോൻ യാത്രയിൽ അപ്പാ മോനെ വിട്ടേര് ഫ്രീഡം കൂടെ ഓട് കൈകൾ ഉയർത്തിക്കൊണ്ട് സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ സിയോൻ യാത്രകളിൽ മനമേ ഭയമൊന്നും വേണ്ടിയും സിയോൻ യാത്രകളിൽ മനമേ ഭയമൊന്നും വേണ്ടിയും ദൈവത്തിലാശ്രയമോ അതുകൊണ്ടാണിരിക്കവയും അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ താങ്ക് യു. ഞാൻ ഒരു ദിവസം മിഡ് നൈറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഒരു ഏഞ്ചൽ എൻ്റെ കൈ വന്ന് പിടിച്ചു പറഞ്ഞു, മേ അസ്മി ഹി ലോ റേനെ ബേസി, എന്ന് വെച്ചാൽ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് കൽപ്പിച്ചു, ഞാൻ വന്നിരിക്കുന്നു. എന്നെ കൊണ്ടുപോയി നീലാകാശം വെള്ളയാകാശം അഗ്നി അകത്തോട്ട് കൊണ്ടുപോയി ഒരു ഗാർഡനിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവിടെ ഭയങ്കര വർഷിപ്പ് നടക്കും. ഒരു ഭയങ്കര ദൂതൻ, മിനിസ്റ്റർ പ്ലീസ് കം. ആ ദൂതൻ അവനെ കണ്ടപ്പോൾ ഞാൻ പേടിച്ച് വിറച്ചു പോയി. അവന്റെ ചിറകടത്തം ഇങ്ങനെ വിടർത്തിയതേ. ഈ ഭൂമിയിൽ ഒരുതരം വായിക്കത്തില്ല അതുപോലെ ഇൻസ്ട്രുമെന്റ്. അവനങ്ങനെ പാടിക്കൊണ്ടിങ്ങനെയാണ്, അത്തല വൈഡല വൈഡല വൈഡാരീബല വൈഡല വൈഡല വൈഡ ഊഡല വൈഡ വൈഡല വൈഡാരീബല വൈഡ വൈഡല. അന്യഭാഷയിൽ ആരാധിക്കണം, ഭയങ്കര ശക്തിയാണ്. ഒരു പ്രത്യേക ശക്തി നമ്മുടെ അകത്തുനിന്ന് എണ്ണിക്ക് അകത്തുനിന്ന് ശത്രുക്കളെ ജയിക്കുന്ന തീ അഭിഷേകം. ശക്തി ഈ കാലഘട്ടത്തിൽ മന്ത്രവാദികൾ ജയിക്കണമെങ്കിൽ നിന്റെ അകത്ത് അഭിഷേകം വെളിപ്പെടണം. അഗ്നിയേ അഗ്നിയേ ഇറങ്ങി വാ, അഗ്നിയേ മന്ത്രവാദിയെ കൊല്ലുവാൻ ഇറങ്ങി വാ, അഗ്നിയേ ആഭിചാരം മുറിക്കുവാൻ ഇറങ്ങി വാ, അഗ്നിയേ 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 ഇറങ്ങി വാ, അഗ്നിയേ. ഒരു അസാധാരണ തീ അഭിഷേകം ചിലർ മൂടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അസ്ഥി സംബന്ധമായി ആറുപേരുടെ അസ്ഥി സംബന്ധമായ വേദനയോടെ വന്നവർ കയ്യൊന്ന് ഉയർത്തിപ്പിടി. യേശു സൗഖ്യമാക്കാൻ പോകുക. മറ്റേ ഫ്രണ്ടിൽ വരാം, തടസ്സമൊന്നുമില്ല, ഇവിടെ ഫ്രീഡമാണ്. ടൈം പോകുന്നു എങ്കിലും അസ്ഥി സംബന്ധമായ വേദന ഉള്ളവർ പ്ലീസ് കം, വരാം. അസ്ഥി സംബന്ധമായ വേദന ഓടി വരാം. വചനം പഠിപ്പിക്കുന്നത് അവന്റെ അസ്ഥികളിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. ആരോ ഏറ്റെടുക്കുന്നു, അവന്റെ അസ്ഥികളിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ അസ്ഥി എങ്ങനെ ഒടിയും? അതാ എന്റെ ക്വസ്റ്റ്യൻ. അഭിഷേകത്തിൽ ചിലരുടെ മേൽ തൊടുകയായിപ്പോൾ എന്റെ ഡാഡി തൊട്ടുകൊണ്ടിരിക്കുന്നു. യേശു തൊടുന്നപ്പോൾ, യേശു തൊടുക, യേശു അവൻ തൊടുക, അവൻ തൊടുക, അവൻ തൊടുന്നു. യെസ് യെസ്. Daddy, may ask me he Lord in Ibiastaribi. Right now, the bone recast me he Lord in Ibi. Right now, you are a healer. Sika ask me he Lord in Astaribi. ഈ അസാധാരണ തീ ഇവരെ മൂടിക്കൊണ്ടിരിക്കുന്നതിനായി, അസ്ഥികളിലേക്ക് അഗ്നി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനായി, അസ്ഥികൾ യേശുവിന്റെ അഗ്നി, യേശുവിന്റെ വായിന്ന് പുറപ്പെടുന്ന തീ അഭിഷേകം
ചില അസ്ഥിക്കകത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതായി. ഓ സൗഖ്യം സൗഖ്യം സൗഖ്യം. Right now, heal. കൈകൾ ഉയർത്തിക്കൊണ്ട് നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണീർ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ അടലേറും ജീവിതമരുമേ. നീ തളരുകയോ മേരി ആന്റി, ശക്തി ശക്തി ശക്തി. താങ്ക് യു ജീസസ്. ഇന്നലെ പറയും മലകളെ താണ്ടിടുവേ. അതിന്റെ അർത്ഥം മനസ്സിലായോ? എന്നെ മുന്നോട്ട് പോകാൻ വിടാതെ തടയുന്ന എത്ര വലിയ മലയായിരുന്നാലും ഞാൻ അത് കടക്കും. ഇതിന്റെ വിശ്വാസത്തിന്റെ കപ്പാസിറ്റിയാണ്. പാതാളം പോലുള്ള വലിയ കുഴിയായിരുന്നാലും ഞാൻ അതെയും കടക്കും. യെസ്, ചതി എനിക്ക് വിരോധം വന്നിരിക്കുന്ന ചതികളെ ഞാൻ തന്നെ അത് നിർമൂലമാക്കും. എനിക്കെതിരായി നിൽക്കുന്ന സാത്താനെ ഞാൻ ജയിക്കും. സാത്താൻ ആര് ജയിക്കും? ഞാൻ ജയിക്കും. അല്ലേ? നീ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ. റെഡി? ഈ ജോമോൾ സിസ്റ്റർ യേശു എങ്ങനെ സൗഖ്യമാകുന്ന ഇപ്പൊ കാണാം. മലകളെ താണ്ടിടുവേ, കടും പള്ളങ്ങളെ കടന്നിടുവേ, മലകളെ താണ്ടിടുവേ, കടും പള്ളങ്ങളെ കടന്നിടുവേ, ചതികളെ മുറിയടിക്കേ, സാത്താനെ ജയിത്തിടുവേ, ചതികളെ മുറിയടിക്കേ, സാത്താനെ ജയിത്തിടുവേ. റീബല വൈഡ വൈഡല വൈഡ റീബല വൈഡ വൈഡല വൈ റീബല വൈഡല 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 റീബല വൈഡ വൈഡല വൈ റീബല വൈഡ വൈഡല വൈഡ റീബല വൈഡ വൈഡല വൈ റീബല വൈഡ വൈഡല വൈഡ വൈഡല വൈഡ റീബല വൈ നീരത്തോടെ നീരക്ക് പോലെ നാട് വെട്ടി വെട്ടിയേ നീരത്തോടെ നീരക്ക് പോലെ നാട് വെട്ടി വെട്ടിയേ കഥകളോ ഞാൻ ഉടങ്ങിടുമേ സിരസാലെ കഥകളോ ഞാൻ ഉടങ്ങിടുമേ അഭിഷേകം കൊള്ളേ ആടി പാടി മകിഴ്ന്നിടുമേ അഭിഷേകം കൊള്ളേ ആടി പാടി മകിഴ്ന്നിടുമേ.
വിട്ട് പോകലില്ല നീരെന്നോട് നീരെക്കൊണ്ടോട് ഞാൻ കെട്ടിയെത്തിയേ നീരെന്നോട് നീരെക്കൊണ്ടോട് ഞാൻ കെട്ടിയെത്തിയേ മരണമേ ജയമെന്നേ പാതാളമേ വിഷമേന്നേ മരണമേ ജയമെന്നേ പാതാളമേ വിഷമേന്നേ ക്രിസ്തുവിനെ കൊല്ലുവൻ കാവലിക്ക് ആദായമേ ക്രിസ്തുവിനെ കൊല്ലുവൻ കാവലിക്ക് ആദായമേ Hallelujah, 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 hallelujah. നീരെന്നോട് നീരിക്കുമ്പോഴേ ഞാൻ നീരെന്നോട് നീരിക്കുമ്പോഴേ ഞാൻ നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ സോദര നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ സോദര കഷ്ടങ്ങളിലും പലരിടലേ കണ്ണുനീരിലും തളരിടലേ ഞാനേക്കും നിന്റെ ദൈവം നീയേക്കും നിന്റെ കാണേ ഞാനേക്കും നിന്റെ ദൈവം നീയേക്കും നിന്റെ കാണേ അത്തല വൈഡല വൈഡല വൈഡാരി വര വൈഡല വൈഡല വൈ കൗഡല വൈഡാരി വര വൈഡാ വൈഡല വൈഡാ വൈഡല കാദര തീദര വൈഡല വൈഡാ കൗഡല വൈഡല ജീവല വൈഡല വൈഡാ വൈഡല വൈഡാരി വര വൈഡാ വൈഡല വൈഡല വൈഡാരി വര വൈഡാ വൈഡല വൈഡാരി വര കൗഡല വൈഡാരി വര വൈഡാ വൈഡല വൈഡാ വൈഡല വൈഡല വൈഡാരി വര വൈഡാ വൈഡല വൈഡാരി വര യേശുവേ 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 ഒന്ന് വിളിച്ചാൽ അവൻ ഓടി അരികിലെത്തും. അവൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. നിലവിളിക്ക് മറുപടി ഉണ്ട്, കരച്ചലിന് മറുപടി ഉണ്ട്, പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം അരുളും. സിസ്റ്ററെ, എന്റെ ഈ തലയുടെ ഈ ഭാഗത്ത് നിന്ന് എന്തോ ഒന്ന് ഇളകിപ്പോയി ഞാൻ കണ്ടു. എന്താ പെയിൻ മാറിയോ? ഇരിപ്പുണ്ടോ? പെയിൻ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാ മാറാത്തെന്ന് അറിയാമോ? എപ്പോഴും നോക്കിക്കോ, ഞാൻ അവനിലും അവൻ എന്നിലും, ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും. അങ്ങനെ ഒരു ബന്ധം നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ, തെറിച്ചു പോകും. അതാ യേശു സാത്താൻ മിന്നൽ പോലെ നിലത്തിൽ വീഴുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ ആ പവറിലേക്ക് വരണം. സാത്താൻ മിന്നൽ പോലെ നിലത്തിൽ വീഴുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നിനക്ക് എതിരായി നിൽക്കുന്ന ബാധയോ എന്തുമായിക്കോട്ടെ നിന്നെ തൊടാൻ അധികാരം. നോ നോ
യേശപ്പ സിസ്റ്റർ ഈ സിസ്റ്ററിന്റെ ഉച്ചം തല മുതൽ ഉള്ളംകാല് വരെ ഈ പരിശുദ്ധാത്മാവിന്റെ ഈ കൊടിയ കാറ്റ്, ഈ പിളർന്ന അഗ്നിനാവുകൾ, യെസ് യെസ്, വാങ്ങ് ഫയർ. ശക്തി. ഞാൻ അവനിലും അവൻ എന്നിലും. ആർ യു റെഡി? ഞാൻ യേശുവിലും യേശു എന്നിലും. അങ്ങനെ ഒരാൾ പറയുമെങ്കിൽ അവരകത്ത് രോഗത്തിനോ ശാപത്തിനോ ഒരു ദുഷ്ടശക്തിക്കോ അവിടെ ചവിട്ടി നിൽക്കാൻ സ്ഥലമില്ല. വചനം പഠിപ്പിക്കുന്നു, നിശ്ചയമോ നീ അവരെ വഴുവഴുപ്പ് നിർത്തുന്നു. അത് കാര്യമെന്തുവാ? അവർ വഴുതി വീഴാൻ പോകുക, എന്നാൽ നീ വീഴുകയില്ല. നീ വീഴുകയില്ല. നിനക്ക് പകരം അവൻ ജാതികളെ കൊടുക്കും, ശത്രുക്കളെ കൊടുക്കും. അവൻ യേശപ്പ നിന്റെ മകളുടെ തലയിൽ നിന്ന് അത് അഴിഞ്ഞിറങ്ങട്ടെ, അഴിഞ്ഞിറങ്ങട്ടെ, ഇറങ്ങട്ടെ. പോട്ടെ, പോകട്ടെ, പോകട്ടെ. ഇറക്കം ഇറങ്ങി കയറ്റത്തിലേക്ക് നിൽക്കുന്ന പോരുകൾ മുറിയട്ടെ. രോഗക്കെട്ടുകൾ അഴിഞ്ഞിറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ, ഇറങ്ങി. സഹോദരി, നിന്നെ യേശു തൊട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ, നിന്നെ നിർമ്മിച്ചവൻ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ ശക്തി, അവന്റെ ശക്തി നിന്നെ മൂടിക്കൊണ്ടിരിക്കുന്നപ്പോൾ, അവന്റെ ശക്തി നിന്നെ മൂടിക്കൊണ്ടിരിക്കുന്നപ്പോൾ വാങ്ങ്, വാങ്ങ്. യെസ്, ഒരു പുതിയ അഭിഷേകം കൈമാറുകയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നിനക്ക് കൈമാറുകയാണ്. ശക്തി, ശക്തി, വാങ്ങ്, വാങ്ങ്. യെസ്, യെസ്, പവർ, പവർ, പവർ. Thank you. നീ പറയാത്തൊരു കാര്യം പോയി. നെഞ്ചിനകത്തൊരു പടപടപ്പ് ഉണ്ടായിരുന്നു, അത് ഇളകിപ്പോയി. തലയ്ക്കകത്ത് ഒരു വെയിറ്റ് പോലെ ഉണ്ടായിരുന്നു, അത് പോയി. കാലിന്റെ കണ്ണ് സംബന്ധമായി നടക്കുമ്പോ കാൽ തെറ്റിപ്പോകുന്ന പോലെ തോന്നിയിരുന്നു, അത് പോയി. ഇപ്പം കുറച്ച് നല്ല റിലീഫുണ്ട്. തീരുമാനം കറക്റ്റ് ആണെങ്കിൽ, ദൈവസം 3 പ്രാവശ്യം ഞങ്ങൾ കാണാൻ വെളിപ്പാട് ഞാൻ പറയുന്നത്, തീരുമാനം കറക്റ്റ് ആണെങ്കിൽ എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ. മൈ ഡിയർ റൈറ്റ്നസ് ഫാദർ, എല്ലാവരെയും സമർപ്പിക്കുന്നു, എല്ലാവരും സമർപ്പിക്കുന്നു. വിഷയങ്ങളുടെ വിജയം എടുക്കുന്നു. The blood of Jesus for right now. Amen. ഇരുന്നാട്ടെ. ഓരോ നാളിലും അത് കുറഞ്ഞില്ല. എന്നെ നടത്തും ആ
കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിടും. ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും. ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിടും. ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും. ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. തന്നോട് ഭക്തരായിരിക്കുന്ന നാളെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ ജിയോഗ്ര സുഖമായിട്ട് വരുവാൻ കർത്താവ് കൃപ ചെയ്തു. സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അനുഗ്രഹത്തോടെ ദൈവദാസനെ കൊണ്ട് നല്ല വചനം പറയുവാൻ കൃപ ചെയ്തു. ദൈവദാസനെ അനുഗ്രഹിക്കണമെന്ന്, തൻ്റെ ശുശ്രൂഷ വളരുവാൻ, തൻ്റെ ഫാമിലി സിറ്റുവേഷനിൽ അനുഗ്രഹമായി തീർക്കുവാൻ, ആദ്യമായി കടന്നു വന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ വിഷയത്തിൽ കർത്താവ് മറുപടി കൊടുക്കുവാൻ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന്, എല്ലാ കാര്യവും ഓക്കെ ചെയ്യേണ്ടതിന് 40 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം ദിവസം ആയിരിക്കുന്നല്ലേ ഉപവസിക്കുന്നവരെല്ലാം കർത്താവ് ധൈര്യപ്പെടുത്തേണ്ടതിന്, അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നമ്മെ വിടുവിച്ചതിനായി സ്തോത്രം. വചനം പറയുന്ന അഭിഷേകത്തിന് ബലപ്പെടുത്തിനായി സ്തോത്രം. പുതിയ കുടുംബങ്ങൾക്കായി സ്തോത്രം. സഭയ്ക്കായി സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. ബർത്തഡേക്കായി കർത്താവ് എല്ലാത്തിനായി സ്തോത്രം ചെയ്യുക. എല്ലാ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുക. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിന്റെ മക്കളോടും ദേവദാസനോടും എല്ലാവരോടും എല്ലാ വിഷയങ്ങളും പ്രസൻസ് ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിനെ സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. ഇമെയിൽ firegardenpta@gmail.com.